അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗതം അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ ഒരു അവസരം എനിക്കായി തന്ന എല്ലാവരോടും പ്രത്യേകമായ നന്ദി ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. രാമായണ മാസം എന്ന് നമ്മൾ പറഞ്ഞ് കർക്കിടമാസം മുഴുവൻ രാമായണം പാരായണം ചെയ്യുകയും രാമായണത്തെ അറിയുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം നമ്മൾ ഈ ഒരു മാസം മാത്രം രാമായണം വായിച്ചാൽ മതിയോ? പോരായല്ലോ. നമ്മളുടെ ജീവിതത്തിൽ ജീവിത പന്ഥാവിലൂടെ നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് രാമായണം മാത്രമല്ല, ഈ ആത്മീയമായ വിദ്യയാണ് നമുക്ക് വേണ്ടത്. കാരണം ആത്മീയമായ വിദ്യയിലൂടെ മാത്രമേ ശരിയായ ജീവിത രീതിയിൽ നമുക്ക് ശരിയായ ജീവിതത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ എന്നതാണ് സത്യമായ ഒരവസ്ഥ. രാമായണം എന്നാൽ അധ്യാത്മ രാമായണം എന്നാണ് നാം പറയുന്നത്. ആധ്യാത്മികമായ അറിവിനെ സമ്പാദിക്കുക, അതാണ് രാമായണം. രാത്രിയാകുന്ന ഇരുട്ടാകുന്ന അജ്ഞാനത്തെ നീക്കി ജ്ഞാനമാകുന്ന ആത്മജ്ഞാനമാകുന്ന ആ ജ്ഞാനത്തെ നമ്മൾ നേടുക, അതാണ് അധ്യാത്മ രാമായണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഈ കർക്കിടക മാസത്തിൽ ഒരു മാസം മാത്രം പോരാ, എല്ലാ ദിവസവും നമുക്ക് വേണം. ഇതുകൊണ്ട് നമ്മളുടെ ജീവിതം എങ്ങനെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്നത് രാമായണവും ഉപനിഷത്തുക്കളും വേദങ്ങളും അത്യാവശ്യം എല്ലാം നമുക്ക് വ്യക്തമായി തന്നെ പറഞ്ഞു തരുന്നു. നമ്മളാരും അത് പഠിക്കുവാനോ അതിനെ ഉൾക്കൊള്ളുവാനോ നിൽക്കാതെ നമ്മൾ ആദ്യമേ തന്നെ പോകുന്ന നമ്മളുടെ ലൗകികമായ ജീവിതത്തിലെ ഉന്നമനത്തിനും ആ ഒരു സത്യത്തെ ആ ഒരു സന്തോഷത്തിലേക്കും മാത്രമാകുന്നു. എന്നാൽ ആത്മീയ ജ്ഞാനത്തിലൂടെ നമുക്കുണ്ടാകുന്ന ആ ആത്മസത്യം, അതായത് എപ്പോഴാണ് സത്തും ചിത്തും കൂടി ചേരുമ്പോൾ നമുക്കൊരു ആനന്ദം അനുഭവപ്പെടുന്നത്, അതാകുന്നു അധ്യാത്മ രാമായണം. അധ്യാത്മ രാമായണത്തിലെ സത്തിനെ മാത്രം നമ്മൾ എടുത്തുകൊണ്ട് അത് നമ്മുടെ ചിത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം അനുഭവം, അതാകുന്നു രാമായണം. ശരിക്കുമുള്ള രാമായണം എന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെയാകുന്നു. സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദ സ്വരൂപം. ആ സ്വരൂപത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാകുന്നു. ആ ആത്മസ്വരൂപത്തെ എനിക്ക് തന്നിരിക്കുന്ന വിഷയമാകുന്ന രാവണ മാരീച സംവാദം. ഈ രാവണ മാരീച സംവാദത്തിലൂടെ ഇത് നമുക്ക് നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മളിലേക്കും മറ്റുള്ളവരിലേക്കും എങ്ങനെ പകർത്താം എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വിചിന്തനം, ആ ചെറിയ രീതിയിലുള്ള വിചിന്തനത്തിനുള്ള അവസരം മാത്രമേ ഉള്ളൂ. അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. രാവണൻ ആകുന്ന അസുരൻ, രാവണനും അസുരനാകുന്നു, മാരീചനും അസുരനാകുന്നു. രണ്ടുപേർക്കും രണ്ടു വിധമായ ഭക്തിയാണ് അവിടെ ഉണ്ടാകുന്നത്. ഭക്തിയുടെ ഭാവം പറയുമ്പോൾ രണ്ടായിട്ട് അവിടെ പറയുന്നു. രാവണന് ഒരു വിരോധ ഭക്തിയും മാരീചന് ആത്മീയ ഭക്തിയും ഉണ്ടാകുന്നു. ഈ വിരോധ ഭക്തിക്ക് രാവണന് വിരോധ ഭക്തി ഉണ്ടാവാൻ കാരണം മഹാവിഷ്ണുവിന്റെ അടുത്ത് ജയവിജയന്മാരായി ദ്വാരപാലകന്മാരായി നിൽക്കുന്ന സമയത്ത് സനകാദി മഹർഷികൾ
അവിടേക്ക് വരുന്നു ഭഗവാനെ കാണുവാനായിട്ട്. ആ ഭഗവാന്റെ അടുത്തേക്ക് ജയവിജയന്മാര് ഇവരെ കയറ്റിവിടുന്നില്ല. അങ്ങനെ കയറ്റിവിടാതിരിക്കുമ്പോൾ സനകാദി മഹർഷിമാർ ഇവർക്കൊരു ശാപം കൊടുക്കുന്നു. നിങ്ങൾ വിരോധ ഭക്തികളായി തീരട്ടെ, ഭഗവാന്റെ അടുത്ത് വിരോധ ഭക്തന്മാരായി തീരട്ടെ എന്ന് പറയുന്നു. ആ വിരോധ ഭക്തി കൊണ്ട് ഭഗവാനിൽ പറ്റില്ല എന്ന് പറഞ്ഞ് ആകപ്പാടെ വിഷമിച്ചപ്പോൾ സനകാദി മഹർഷികൾ തന്നെ ആ ശാപത്തിനൊരു പരിഹാരമായി പറയുന്നു, നിങ്ങൾ 3 യുഗത്തിന് ശേഷം രാവണന്റെ അല്ലെങ്കിൽ ഭഗവാനാൽ തന്നെ മരിക്കപ്പെടുന്ന ഒരു അവസരം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ ഭക്തിയിൽ നിന്ന് മാറ്റമുണ്ടാകും, അല്ലെങ്കിൽ ഭഗവാനോട് ആ പരമാത്മ ചൈതന്യത്തിനോട് ചേരാൻ സാധിക്കും എന്ന് പറയുന്നു. അങ്ങനെ ആ വിരോധ ഭക്തിയോടുകൂടി രാവണൻ വരുമ്പോൾ മാരീചനാണെങ്കിൽ രാവണന്റെ അടുത്ത് ആദ്യമേ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ വധിക്കുന്നതിനായി മുമ്പോട്ടിറങ്ങുന്ന സമയത്ത് ആ ശ്രീരാമചന്ദ്രന്റെ ഒരു അമ്പ് എയ്തതോടുകൂടി ഓടി പാഞ്ഞു പോയി അവസാനം ഓടി വന്ന് ഭഗവാന്റെ കാൽക്കൽ വന്ന് വീഴുന്നു. ഭഗവാന്റെ കാൽക്കൽ വീഴുമ്പോൾ ഭഗവാൻ ആ മരണത്തിൽ നിന്ന് മോചനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാന്റെ ഭക്തനായി, ശരിയായ ഒരു ആത്മീയ ഭക്തനായി മാരീചൻ മാറുന്നു. ആ ആത്മീയ ഭക്തിയും ആ വിരോധ ഭക്തിയുമാണ് ഈ മാരീച രാവണ സംവാദത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഈ മാരീച രാവണ സംവാദത്തിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ നമുക്കതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും, അതിൻ്റെ തത്വചിന്തനം അതെന്താണ് എന്ന് ചെറുതായ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. മാരീചന് മോക്ഷം കൊടുത്ത ഭഗവാൻ വിട്ടതിന് ശേഷം മാരീചൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി സർവോന്മുക്തനായി ഭഗവാനെ മാത്രം ധ്യാനം ചെയ്ത് ജടാവൽക്കലാദികൾ ധരിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ധ്യാനനിരതനായി സർവസമയവും ധ്യാനത്തിൽ നിരതനായി ഇരിക്കുന്ന സമയത്ത് ആ ഒരു നമ്മളുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ തിരിച്ചറിയുന്ന ഒരവസരമാണ്. കാരണം ഈശ്വരൻ നമ്മളിലാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അതാണ് 7 വാതിൽ മുകളിലുണ്ട്, കീഴിൽ 2 നിൽപ്പതും, പാടുമന്നതിൽ ജനങ്ങൾ, മണ്ഡലങ്ങൾ 2ലും ഉത്തമ ഗുരുപതിയിലിരിപ്പതുണ്ടു ലോകരെ, ശ്രദ്ധയോടെ നോക്കുവിൻ മുകുന്ദരാമപാഹിമാം. ആ ഉത്തമനായ ഗുരു നമ്മളുടെ ഈ 7 വാതിലുകളാകുന്ന പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 7 വാതിൽ മുകളിലുണ്ട്, 2 വാതിൽ കീഴിലുണ്ട്. ഈ 2 മണ്ഡലങ്ങൾക്കുള്ളിൽ ഉത്തമനായ ഗുരു ഇരിപ്പുണ്ട്. ആ ഉത്തമനായ ഗുരുവിനെ നിങ്ങളൊന്ന് നോക്കി കാണുവിൻ എന്ന് പറയുന്നുണ്ട്. ആ ഉത്തമനായ ഗുരുവിനെ നോക്കി കാണുമ്പോൾ മാരീചൻ അതേ ഒരു അവസ്ഥയില് തൻ്റെ ഉള്ളിലേക്ക് നോക്കി തൻ്റെ ഉള്ളിലുള്ള ആ ഗുരുവിനെ മാത്രം കണ്ട് ഏകസ്മരണയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് രാവണൻ അവിടേക്ക് വരുന്നത്. രാവണൻ അപ്പോൾ പറയുന്ന ഭാഗമാണ് മാരീചൻ ശ്രദ്ധയോടെ കേട്ടിട്ട് സ്വീകരിച്ച് ഉചിതമായ സൽക്കാരങ്ങളെല്ലാം കൊടുത്ത് അവിടെ ഇരുത്തിയതിനു ശേഷം 2 പേരുടെ ചിത്തങ്ങൾ ഒരുപോലെ ആയതിനു ശേഷമാണ് മാരീചനോട് രാവണൻ തന്റെ കഥകൾ പറയുന്നത്. അപ്പോൾ മാരീചൻ ആദ്യമേ ചോദിക്കുന്നു, ഈ ആഗമന ഉദ്ദേശം എന്താണ്, എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് രാവണൻ പറയുന്നത്, സീതാദേവി ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നിയായിട്ട് സീതാദേവിയുമായിട്ട് രാമലക്ഷ്മണന്മാർ ഇതാ വനവാസത്തിനായി വന്നിരിക്കുന്നു. ഈ വനവാസം എന്നത് ആരണ്യകാണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാവണ മാരീച സംവാദം. ഈ ആരണ്യകാണ്ഡം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ സംസാര ജീവിതമാണ്, നമ്മളുടെ ജീവിതമാണ് ആരണ്യം. ഇതില് ഈശ്വരഭാവം അഥവാ ചൈതന്യം, നമ്മളുടെ ഉള്ളിലുള്ള ചൈതന്യമാകുന്നു രാമദേവൻ, ശ്രീരാമദേവൻ. ആ ആരണ്യത്തിലേക്ക് കടക്കുമ്പോൾ, അതായത് നമ്മളുടെ കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവനമായി ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കയറുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന ദുർഘടങ്ങൾ, അതായത് ദുർമാർഗത്തിലൂടെയും പലവിധമായ വിഷയങ്ങളിലൂടെയും പലവിധമായ പ്രതിസന്ധികളെയും
തരണം ചെയ്ത് നമ്മൾക്ക് ജീവിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ജീവിത മാർഗത്തെയാണ് ഈ ആരണ്യകാണ്ഡത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ആരണ്യമാകുന്ന, നമ്മുടെ സംസാരമാകുന്ന നമ്മളുടെ ഈ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. ഇതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതായത് ഈ രാമനാകുന്ന, ഭഗവാനാകുന്ന നമ്മളുടെ ആത്മചൈതന്യം. ആ ആത്മചൈതന്യത്തെ എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത്, എപ്പോഴാണോ ഒരു വ്യക്തിക്ക് ഈ ആത്മാവിനെ അറിയണമെന്ന് തോന്നുന്നത്, അപ്പോൾ തന്നെ നമുക്ക് അതിനുള്ള അവസരങ്ങളും കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഠോപനിഷത്തിൽ പറയും, ഉത്തിഷ്ഠത ജാഗ്രത പ്രഭവര്യാൻ നിബോധിത. നിങ്ങൾ ഉണരൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഉണരൂ. എവിടേക്ക് ഉണരണം? നല്ലൊരു ആചാര്യനെ വരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആത്മവിദ്യയെ ഉൾക്കൊള്ളുക. നിങ്ങൾ ഈ ആത്മവിദ്യയെ പഠിക്കുക. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മചൈതന്യമാകുന്ന ആ വിദ്യയെ പഠിച്ചാൽ ഏതൊരു ദുർഘട മാർഗത്തെയും നമുക്ക് കടന്ന്, നമ്മളുടെ ആ സംസാര ജീവിതത്തിൽ നിന്ന് കടന്ന് വളരെ സന്തോഷമായിട്ട് ആ ആത്മചൈതന്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മീയമായ അറിവിനെ സമ്പാദിക്കൂ, ആത്മീയമായ അറിവിനെ നേടൂ. ഇത് തന്നെയാണ് ഈ രാവണ മരീച സംവാദത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ദുർഘടമായ ജീവിതത്തെ നമുക്കൊന്ന് കടന്ന് അക്കരയ്ക്ക് എത്തുവാൻ ഏറ്റവും ഉപാധിയായിട്ട് നിൽക്കുന്നത് ഈശ്വരമാർഗം ഒന്നേ ഉള്ളൂ. അതിന് വേറൊരു മാർഗമേ ഇല്ല. ഈ ജീവിത മാർഗത്തിലൂടെ, ഈ ജീവിത ബന്ധാവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം നമ്മളെ നയിക്കുകയാണെങ്കിൽ അപ്പോൾ എന്താണ്? നമ്മൾക്ക് യാതൊരുവിധ വിഷയങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ എന്തുണ്ടായാലും ഒരു നദിയിലൂടെ ഒഴുകുന്ന ഒരു വള്ളം പോലെ, അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം പോലെ ഇതങ്ങ് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ പ്രതിസന്ധികൾ ഉണ്ടാവാം, തടഞ്ഞു നിൽക്കാം, പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം ആ വഴി അങ്ങ് പോകും. ആത്മീയ ചൈതന്യത്തോടൊപ്പം നമ്മളും പോകും. അപ്പം നമ്മളുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമ്മൾ അറിയാതെ പോകുന്നു. നമ്മൾ അതിനെ കഠിനമായി നമുക്ക് തോന്നുകയില്ല. നമ്മൾ അതിനെ വളരെ ലാഘവത്തോടു കൂടി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു തത്വം. ഈ ആരണ്യകാണ്ഡത്തിലൂടെ സഞ്ചരിക്കുന്ന രാമൻ നമുക്ക് തരുന്ന ഒരു സത്യം ഇതാണ്. മാരീചൻ പറയുന്നുണ്ട്, ആരുപദേശിച്ചു തന്നു നിനക്ക് ഈ മൂലനാശനമായ കാര്യം, ഈ മൂലനാശനമായ നിന്റെ ഈ കുടുംബം വരെ നശിപ്പിക്കുന്ന ഈ ഒരു മൂലനാശന കാര്യം നിനക്ക് ആരാണ് ഉപദേശിച്ചു തന്നത്? നീ പോയി നിന്റെ ആകുന്നു ശ്രീരാമചന്ദ്രൻ. എങ്കിലും നീ പോയി ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ പരമാത്മ ചൈതന്യമാണ്, അതുകൊണ്ട് പോയി ഭജിച്ചു കൊള്ളുവിൻ, നന്മയുണ്ടാകും എന്ന് മാരീചൻ പറയുന്നുണ്ട്. അപ്പോഴും മാരീചനോട് പറയുന്നു, കൊള്ളാമല്ലോ, നന്നു നിന്റെ ഈ ഈ അജ്ഞാനം നന്നായിരിക്കുന്നു. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ആരാകുന്നു? അഹങ്കാരിയാകുന്നു. ഞാൻ ആരാകുന്നു? എൻ്റെ കോപം ഉള്ളിലുണ്ടാകുന്നു. ഈ അഹങ്കാരവും കോപവും ഭക്തിയും കൂടി ഒന്നിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വിരോധ ഭക്തിയാകുന്ന രാവണൻ പറയുന്നു, നമുക്കിത് സാധ്യമല്ല. ഞാൻ ഒന്ന് മനസ്സിൽ നിശ്ചയിച്ചു, തീരുമാനിച്ചു, അത് എന്ത് ചെയ്യണം? നടപ്പാക്കണം. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? നീ പോയേ പറ്റൂ. അല്ലെങ്കിൽ എന്താണ്? നിന്റെ വാളിന് ഊണായിത്തീരുന്നു ഞാൻ. നിന്റെ വാളിന് ഊണായിത്തീരും, നിന്റെ വാളിനാൽ മരിക്കപ്പെടും എന്ന് പറയുന്നു. അത് കേട്ടു ഉള്ളിൽ അല്പം ആദ്യമേ രാവണനോട് വിരോധം പറഞ്ഞ മാരീചൻ, തൻ്റെ ജീവനെ ഭയക്കാത്ത മനുഷ്യരില്ല, ആരും ഇല്ലല്ലേ. എന്നാലും എന്തായിരിക്കണം സംഭവിക്കേണ്ടത്? ദുഷ്ടനായ രാവണന്റെ വാളിന് ഊണാകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് രാവണന്റെ അമ്പിനാൽ മരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ രാവണന്റെ അമ്പിനാൽ മരിക്കപ്പെട്ടാൽ തനിക്ക് പരമാത്മ ചൈതന്യത്തിനോട് ചേരാൻ പറ്റും എന്നു മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാരീചൻ ഒരു തീരുമാനമെടുക്കുന്നു. താൻ പോകാൻ തീരുമാനിക്കുന്നു, അല്ലെ?
അങ്ങനെ ചാരുപുള്ളികൾ വെള്ളി കൊണ്ടും നീലക്കല്ലുകൊണ്ട് നേത്രങ്ങൾ രണ്ടും അങ്ങനെ വർണ്ണമനോഹരമായ അതിമനോഹരമായ ഒരു പൊന്മാനായി ചമഞ്ഞ് സീതയുടെ അടുത്തേക്ക് ചെല്ലുന്നു. സീതാദേവിയെ അവിടെ അതിലേക്ക് സീതാദേവിയെ ആകർഷിക്കപ്പെടുകയും അവിടെ നിന്ന് ഓടി മറയുമ്പോൾ ശ്രീരാമചന്ദ്രനോട് തനിക്ക് ആ മാനിനെ വേണമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് അകറ്റി സീതാദേവിയെ കൊണ്ടുപോകുകയെന്ന രാവണന്റെ തന്ത്രത്തിനോട് കൂട്ടുനിൽക്കുകയാണ് മാരീചൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സമയത്തും നമുക്ക് വരുന്ന ആപത്തുകളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം. രാവണനോട് വിരോധ ഭക്തിയുള്ള രാവണന്റെ അടുത്ത് മാരീചൻ എടുക്കുന്ന തീരുമാനം ഉചിതമായതാകുന്നു. കാരണം ദുഷ്ടനായ രാവണന്റെ വാളിനാൽ മരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് പരമാത്മ ചൈതന്യത്തോട് ചേരുന്നത് എന്ന് മനസ്സിലാക്കിയ മാരീചൻ ഉചിതമായ ഒരു തീരുമാനമെടുക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ പ്രധാനമായും നമ്മളുടെ ഈ ആരണ്യകാണ്ഡത്തിലൂടെ രാവണ മാരീച സംവാദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഒന്നാമതായി, അഹങ്കാരവും ഭക്തിയും ഒന്നിച്ചിരിക്കത്തില്ല. അത് രണ്ടായി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. രണ്ടാമതായി, ഏതൊരു നല്ല കാര്യങ്ങൾ, ഏതൊരു പ്രവൃത്തി ചെയ്യാൻ നാം ഉദ്ദേശിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെക്കാൾ ശ്രേഷ്ഠരായ ഒരാളോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ശ്രേഷ്ഠത ആയ ഒരാളുടെ അനുവാദം ചോദിക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത്, ഏതൊരു ആപത്ഘട്ടത്തിലും നാം എടുക്കുന്ന തീരുമാനം ഉചിതമായതായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ആരണ്യകാണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായ രാവണ മാരീച സംവാദത്തിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരികയാണ് എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നത് ഈ അധ്യാത്മ രാമായണത്തിലൂടെ. അപ്പൊ ആധ്യാത്മികതയുടെ ഏതൊരു കഥകളിലും ഏതൊരു തത്വം, അതിനുള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തത്വം എന്താണോ അതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നതാണ് അധ്യാത്മവിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആധ്യാത്മികതയാണ് നാം അറിയേണ്ടത്, നാം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം നമ്മളുടെ കുട്ടികളെ ആണെങ്കിലും ആദ്യമായി പഠിപ്പിക്കേണ്ടത് ആധ്യാത്മികമായ കാര്യം തന്നെയാണ്. നമ്മളിപ്പോ ചെയ്യുന്നത്, രാമായണ മാസമാകുമ്പോൾ 30 ദിവസം രാമായണം വായിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിലെ പറ്റുന്ന പോലെ നമ്മൾ ഉൾക്കൊള്ളും. എന്നിട്ട് അത് മടക്കി അവിടെ വെക്കും. അടുത്ത വർഷമാകുമ്പോൾ അടുത്ത കർക്കിടക മാസത്തിന് ആകുമ്പോൾ നമ്മൾ വീണ്ടും അത് പൊടി തട്ടിയെടുത്ത് നമ്മളതിനെ ഒന്നുകൂടി പാരായണം ചെയ്യും. ഇല്ലേ? 30 ദിവസം കൊണ്ട് തീർക്കാനുള്ള തത്രപ്പാടാണ്. ഒരു കാരണവശാലും നമ്മൾ 30 ദിവസം കൊണ്ട് തീർക്കാൻ തത്രപ്പാട് പെടേണ്ട കാര്യമില്ല. ഒരു ദിവസം ഒരു ഭാഗമേ വായിച്ചുള്ളൂ എങ്കിലും അതിനെ നമ്മൾ മനസ്സിലാക്കി അതെന്താണെന്ന് അറിഞ്ഞ് ആ തത്വത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുത്ത് അവർക്കത് അവരുടെ ജീവിതത്തിന് എങ്ങനെ ഉപകാരപ്പെടും എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് പഠിക്കുവാനും വായിക്കുവാനും നമ്മൾ ശ്രമിക്കുക. ഓരോ കഥകൾക്കും ഓരോ തത്വമുണ്ട്. ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിലെ ഉലൂഖല ബന്ധനത്തിലൂടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. കാരണം തൻ്റെ അമ്മയായ യശോദാമ്മ ഉരലിൽ പിടിച്ച് കെട്ടിയിടുന്നു. ആ ഉരലെന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാകുന്നു. ഉരലെന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ്. ആ ശരീരത്തിന്റെ 2 ഭാഗം എന്ന് പറയുന്നത് സത്യവും ധർമ്മവുമാണ്. ഈ സത്യവും ധർമ്മത്തെ കയറുകൊണ്ട് അതിന്റെ മധ്യത്തിലൂടെ ഭക്തിയാകുന്ന കയറുകൊണ്ട് ബന്ധിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. എന്നിട്ട് തന്നോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ ഉരലും വലിച്ചുകൊണ്ട് അമ്മയുടെ ശരീരത്തെ വലിച്ചുകൊണ്ട് പോകുകയാണ്. പോയി ചെന്നിട്ട് കോപം കൊണ്ടാണ് അമ്മയ്ക്ക് ഇത് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആ കോപത്തെ അടക്കുന്നതിനായിട്ട് ഈ ഉരല് വലിച്ചുകൊണ്ട് പോയിട്ട് 2 മരുതുമരങ്ങളെ മറിച്ചിടുന്നുണ്ട്. അല്ലേ? 2 വലിയ മരുതുമരങ്ങളെയാണ് മറിച്ചിടുന്നത്. ഈ മരുതുമരം എന്ന് പറയുന്നത് കാമവും ക്രോധവുമാകുന്നു. ഈ കാമവും ക്രോധവുമാകുന്ന 2 മരങ്ങളെ വലിച്ചു മറിച്ചങ്ങ് കളഞ്ഞിട്ട് അമ്മയുടെ മനസ്സിനെ ശൂന്യമാക്കി തന്നോട് ചേർത്ത് വയ്ക്കും. സ്വന്തം അമ്മയുടെ മനസ്സിനെ ശൂന്യമാക്കി തന്നോട് ചേർത്ത് വയ്ക്കും. അതാണ് ഭഗവാൻ
ഉലൂഹല ബന്ധനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളും അത് തന്നെ ഭക്തിയാകുന്ന കയറുകൊണ്ട് ഓരോന്നും ബന്ധിക്കുക. നമ്മളുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തിയും ഓരോ കാൽവയ്പും ഭക്തിയാകുന്ന കയറുകൊണ്ട് ബന്ധിക്കുക. ഇത് തന്നെയാണ് ഈ രാവണ മാരീച സംവാദത്തിലൂടെയും ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മളുടെ പ്രവൃത്തിയും ചിന്തയുമെല്ലാം ഈ ഈശ്വരനോട് ചേർന്ന് സമർപ്പണമായി ഈശ്വര സമർപ്പണമായി ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാവണ മരീച സംവാദം എന്ന ഭാഗം ഇത്രയും ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഇതിനായി ഒരവസരം തന്ന നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തോടും, എനിക്ക് എല്ലാവരും ഒന്നും പറയാൻ അറിയില്ല എങ്കിലും സാറിനെ എനിക്ക് നിത്യപരിചയമാണ്, എല്ലാവരോടും സാറിനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Gracias.